ബിനിൽ തത്സമയം ചേരുന്നുണ്ട്. ബിനിൽ, ഈ കേസുമായി ബന്ധപ്പെട്ട് ഇനി മുന്നിലേക്കുള്ള നടപടികൾ, പോലീസിന്റെ നടപടികൾ എന്തൊക്കെയായിരിക്കും? യുവതിയുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് തന്നെ ഉണ്ടാകുമോ? ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായി കഴിഞ്ഞു. അല്പസമയത്തിന് തന്നെ മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്നതിനുള്ള ക്രമീകരണങ്ങൾ പോലീസ് ചെയ്തിട്ടുണ്ട്. ഇന്ന് തന്നെ പോസ്റ്റ്മോർട്ടം ഉണ്ടാകുമോ എന്ന കാര്യം ഇപ്പോൾ ഉറപ്പിച്ചു പറയാൻ കഴിയില്ല. കാരണം പ്രത്യേക പരിഗണന നൽകി പോസ്റ്റ്മോർട്ടം നടത്തണമെന്ന ആവശ്യം പോലീസ് മുന്നോട്ട് വച്ചിട്ടുണ്ട്. പക്ഷേ അക്കാര്യങ്ങൾ അന്തിമ തീരുമാനം വരേണ്ടത് കളമശ്ശേരി മെഡിക്കൽ കോളേജിന്റെ ഭാഗത്ത് നിന്നാണ്. ഇന്ന് പോസ്റ്റ്മോർട്ടം നടക്കുന്നില്ല എങ്കിൽ നാളെ രാവിലെ തന്നെ ആ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ച മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. അതിനുള്ള നടപടിക്രമങ്ങളെല്ലാം തന്നെ പൂർത്തിയായി കഴിഞ്ഞു. നാളെ ഉച്ചയ്ക്ക് ശേഷമായിരിക്കും സംസ്കാരമെന്ന സൂചനകളും വരുന്നുണ്ട്. തൃപ്പൂണിത്തുറയിലെ യാക്കോബായ പള്ളിയിലായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക. അതിനുള്ള ക്രമീകരണങ്ങൾ ഇനി ബന്ധുക്കളുടെ ഭാഗത്ത് നിന്നാണ് വരേണ്ടത്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കേസിലെ പ്രതിയായിട്ടുള്ള അനൂപ് പോലീസ് കസ്റ്റഡിയിലാണുള്ളത്. റിമാൻഡിലുള്ള പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യുന്ന അടക്കമുള്ള നടപടികളിലേക്ക് പോകേണ്ടി വരും. കാരണം ഇത് ദൃക്സാക്ഷികളില്ലാത്തൊരു സംഭവമാണ്. കഴിഞ്ഞ ശനിയാഴ്ച രാത്രി എന്താണ് ആ വീട്ടിൽ നടന്നത് എന്നത് പോലീസിന് തെളിവുകൾ, സാഹചര്യ തെളിവുകൾ വെച്ച് കോടതിക്ക് മുമ്പാകെ തെളിയിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ കൃത്യമായ തെളിവ് ശേഖരണമാണ് ഈ കേസിൽ ആവശ്യമായിട്ടുള്ളത്. ഞായറാഴ്ച ഉച്ചയോടുകൂടിയാണ് ഈ പെൺകുട്ടിയെ ബോധരഹിതയായ നിലയിൽ അടുത്ത ബന്ധു വീട്ടിൽ കാണുന്നത്. അതുവരെ ആ വീട്ടിൽ എന്ത് സംഭവിച്ചു എന്നത് ആർക്കും അറിയില്ല. തൊട്ടടുത്തടുത്തൊക്കെ വീടുകൾ ഉള്ളതാണ്. പക്ഷേ ഒച്ചയോ മറ്റ് ബഹളമോ ഒന്നും തന്നെ പുറത്തേക്ക് വന്നില്ല. അതുകൊണ്ട് തന്നെ ആരും അവിടെ നടന്ന സംഭവങ്ങൾ അറിഞ്ഞിരുന്നില്ല. അത് തന്നെയാണ് ഈ കേസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോരായ്മയായിട്ടുള്ളത്. എന്തായാലും CCTV ദൃശ്യങ്ങൾ വെച്ചുകൊണ്ടാണ് ഈ പ്രതിയുടെ അറസ്റ്റിലേക്ക് പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സാഹചര്യ തെളിവുകൾ വെച്ച് വേണം ഈ കേസിലെ പ്രതിക്കെതിരായ കുറ്റപത്രം കോടതിയിലേക്ക് എത്തിക്കേണ്ടത്. അതുകൊണ്ട് ശാസ്ത്രീയ തെളിവുകളുടെ ശേഖരണമാണ് ഈ കേസിൽ നിർണായകമായിട്ടുള്ളത്.